ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ BS6 മോഡൽ വണ്ടി നമ്മൾ ജനറൽ സർവീസിനായിട്ട് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞേക്കണ വർക്ക് ജനറൽ സർവീസ് ചെയ്യണം, അതേപോലെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, വാട്ടർ സർവീസ്, ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വലിച്ചിൽ പൊല്യൂഷൻ ടെസ്റ്റ്, ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് വലിച്ചിൽ കാണിക്കുന്നത് ടയറുമായി ബന്ധപ്പെട്ടാണ്. ഫ്രണ്ടും ബാക്കും ടയർ കംപ്ലൈൻ്റ് ആണ്. ഫ്രണ്ടിലത്തെ ടയർ ഒരുപാട് വെട്ടി കഴിഞ്ഞിട്ടുണ്ട്, ബാക്ക് ടയർ ഏകദേശം ഒരു 90% ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട്. അതിൻ്റെയാണ് ആ വലിച്ചിൽ കാണിക്കുന്നത് കേട്ടോ. നമ്മൾ സർവീസിനായിട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്, ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈനർ നമ്മൾ ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റിൻ്റെയാണ് ബെയറിംഗ് നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ ഞാൻ പറഞ്ഞില്ല, ഏകദേശം ഒരു 90% ഉപയോഗിച്ച് കഴിഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡിൽ ഗ്രിപ്പ് പിടുത്തം കുറവായിട്ട് വരുമ്പോഴാണ് ആ വലിച്ചിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹബിന് വേറെ പറയുന്ന കംപ്ലൈൻ്റ് ഒന്നുമില്ല. ടയർ മാറ്റിയിടുന്ന സാപ്പർ മോഡൽ കമ്പനി ടയർ ഇടാനായിട്ട് നോക്കാം. അപ്പോളോ MRF ചെയ്തിട്ട് അത് ഏത് വണ്ടിയും ചൂസ് ചെയ്ത്, പക്ഷേ സാപ്പർ മോഡൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്താൽ മതി, വലിയ പ്രോബ്ലം ഇല്ല. അതേപോലെ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ച് CVT ക്ലച്ചാണ്, ബെൽ ഡ്രൈവാണ് വണ്ടി. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് ഓയിലേക്ക് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നോക്കണം, പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം, വേരിയേറ്റർ ബോഡി, ഇങ്ങനത്തെ ഒട്ടുമിക്ക മൂവ്മെൻറ്റ് കൂടുതലുള്ള പാർട്സുകൾ ക്ലച്ചിൽ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുന്നുണ്ടല്ലോ, ഈ സെൻറ്റർ ഭാഗത്തേക്കൊക്കെ ചെറിയൊരു ക്രാക്ക് തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മളുടെ ഉപയോഗം അനുസരിച്ചിട്ട് അത്യാവശ്യം നൈറ്റ് ഓട്ടോ അല്ലെങ്കിൽ ഒരുപാട് ലോങ് ഓട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റി കളയാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇട്ട് ഓടിച്ച് ലോക്കൽ ഓട്ടോ ഒക്കെ ഉള്ളൂ, ചെറിയ ഓട്ടോ ഒക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിലായാലും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. ഇതേപോലെ തന്നെ കൂടുതൽ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ അടുത്ത സർവീസിൽ മാറ്റിയാലും മതി. പക്ഷേ വണ്ടിയുടെ ഓട്ടോ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ, നിങ്ങൾ നോക്കുക. അത്യാവശ്യം നിങ്ങൾക്ക് റിസ്ക് എടുക്കുക, ബെൽറ്റ് മാറ്റി ഓടിക്കുകയാണെങ്കിൽ അത് റിസ്ക് ഇല്ലാണ്ട് ഓടിക്കാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. പിന്നെ ക്ലച്ചിൽ വേറെ പറയത്ത കംപ്ലയിൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ബെൽറ്റിൻ്റെ മാത്രമാണ് അത് കാണുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ കിക്കർ വീലൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട്. 3000 കിലോമീറ്റർ മുകളിലാണ്, 3200 മുകളിലായിട്ടുണ്ട് ഓയിൽ മാറ്റിയിട്ട്. അപ്പോൾ ഓയിൽ മാറേണ്ട ടൈം ഞാൻ അയച്ചിട്ടുണ്ട് മാറ്റാനായിട്ട്. പിന്നെ ഹെഡിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പറയത്തൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ആക്സിലേറ്റർ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യും. കാരണം അപ്പോൾ ബാക്ക് വീൽ അഴിച്ചെടുത്താണ്, അതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യും. ഫ്രണ്ടിലത്തെ ടയർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ടയർ റൈറ്റ് സൈഡിൽ ഒരുപാട് തേമാനം വന്നിട്ടുണ്ട്. അതിൻ്റെയാണ് ആ പ്രോബ്ലം കാണിക്കുന്നത് കേട്ടോ. അത് ഈ സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഒരു ചിന്നൽ പോലൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ടയർ മാറ്റിയിടാനായിട്ട് ശ്രദ്ധിക്കാം. ടയറിൻ്റെയാണ് പാളിച്ച കാണിക്കുക. ഫ്രണ്ട് ടയറാണ് നമുക്ക് എമർജൻസി ആയിട്ട് മാറ്റേണ്ടത്. ബാക്ക് ടയർ കുറച്ചും കൂടി ഓടാനുണ്ട്, രണ്ടും തീർന്നതാണ്. ബാക്ക് ടയർ കുറച്ചും കൂടി ഓടിയിട്ട് മാറ്റിയാലും മതി, പക്ഷേ ഫ്രണ്ട് ടയർ എത്രയും പെട്ടെന്ന് മാറ്റിയിട്ട് അത്രയും നല്ലത് കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററി ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാറ്ററി എക്സേൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്, വണ്ടി വന്നപ്പോൾ ബാറ്ററിയാണ്. അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.80 വരെ കാണിക്കുന്നുണ്ട്. ലോഡിലേക്ക് കൊടുക്കുമ്പോൾ 8.6 5 ഇഞ്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഏകദേശം അതിൻ്റെ ബോർഡറിലേക്ക് ബാറ്ററിയുടെ ഒരു ലൈഫിൻ്റെ ബോർഡറിലേക്ക് എത്തിയിട്ടുണ്ട്. പരമാവധി ഉപയോഗിക്കുക. കംപ്ലൈൻസ് എന്തെങ്കിലും കാണിച്ചിട്ട് മാറ്റിയാൽ മതി. പ്ലഗിൻ്റെ കേസായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം, അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിടാം. അതിനകത്ത് നമ്മൾ ടയർ അടക്കം ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ടുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പരമാവധി നേരത്തെ റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ.